ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിട്ട് ഒരു സാധനം ഉണ്ടാക്കാം. ചക്ക വരട്ടി എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പം ചക്കയൊക്കെ ഇപ്പോൾ വെറുതെ മഴയൊക്കെ ആയതുകൊണ്ട് ചീഞ്ഞ് മരത്തിൽ നിന്ന് ചാടി ഒക്കെ വെറുതെ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പഴുത്ത ചക്കയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതൊക്കെ കൂടുതൽ കാലം എടുത്തേക്കാൻ പറ്റുന്ന സംഗതികളാണ്. നമുക്കിതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചക്കില്ലാത്ത കാലത്തൊക്കെ അതിങ്ങനെ കഴിക്കാൻ പറ്റും. നമുക്കത് ഇന്ന് ഉണ്ടാക്കി നോക്കാം. ചക്ക വരട്ടി ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ചക്കച്ചോള ഇങ്ങനെ അത്ര വലിയ ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല. മിക്സിയിൽ അടിക്കാനുള്ളൊരു പാകത്തിന് അരിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിതൊക്കെ അടിച്ച് ജ്യൂസാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചക്ക ജ്യൂസ് അടിച്ച് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു. മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഉണ്ടല്ലോ, അതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അടി പിടിക്കത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഒന്ന് ഈ ജ്യൂസിൽ നമ്മൾ എത്രത്തോളം വെള്ളം കുറക്കണുണ്ടോ അത്രയും പെട്ടെന്ന് നമ്മൾ ഇത് വറ്റി കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. ഞാനത് ഇനി ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ ചക്ക ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ ഇവിടെ കുറച്ച് ശർക്കര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ, അതുപോലെ ചെറിയ ജീരകം, ഇത് രണ്ടും പൊടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കീത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ശർക്കരപ്പാനി ഒന്ന് അതിൽ മിക്സായി വരട്ടെ. എന്നിട്ട് ഞാൻ വറ്റിയിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളം വറ്റി വരാനുള്ളൂ. നന്നായിട്ട് കുറുകി വന്നിട്ട് വരും ഇത്. ഞാനിപ്പോൾ ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം. ഇതുവരെ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇനി ഞാൻ കുറച്ച് ഈ പൊടിച്ച് വെച്ച ഏലക്ക, ചെറിയ ജീരകം ഉണ്ടല്ലോ, ഒന്ന് പൊടിയാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂട്ടി കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഇതും കൂടി ഒന്ന് ഇതിക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതായത് ഒരു സ്പൂണ് പിന്നെ ചെറിയ ജീരകം, ഒരു സ്പൂണല്ല ഒരു 6 ഏലക്കായും കൂടി കൂട്ടി കൊടുത്തതാണത്. ഇങ്ങനെ ആയിട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവം ചിലർ ഒന്നും കൂടി ആയി വരാണ്ട്, ഇതിലിങ്ങനെ ആവി കുറച്ചുകൂടി പോയി കിട്ടാണ്ട് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇതിങ്ങനെ ഫസ്റ്റ് ഞാൻ ചക്ക വേവിക്കാൻ വെച്ചല്ലോ, അത് വെന്ത് വന്ന് വറ്റി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ആവാനുള്ളൂ. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇട്ട് വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അങ്ങനെ അടി പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇതാണ് ചക്ക വരട്ടി കേട്ടോ. ചക്ക വരട്ടി ഉണ്ടാക്കാൻ അത്ര കൂടുതൽ ടൈമൊന്നും വേണ്ട. എനിക്കിപ്പോൾ അതൊരു 1 മണിക്കൂറൊക്കെ ടൈം വന്നതുള്ളൂ. നമുക്ക് ഇളക്കാനൊക്കെ മടിച്ചിട്ടാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ മടി. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കയ്യിൽ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് അത് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നെയ്യൊക്കെ വേറിട്ട് കാണുന്നത് വരെ അത് വേവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കളറിലായി കിട്ടും. ഇനി ഇത് തണുത്ത് നല്ലൊരു ഭരണിയിലിട്ട് റെഡിക്ക് തുണിയൊക്കെ കാറ്റ് തട്ടാത്ത രീതിയിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്കൊരു വർഷം വരെ ഇത് സൂക്ഷിച്ച് വെക്കാം. ഇതുകൊണ്ട് ചക്കപ്പായസം ഉണ്ടാക്കാം. ചക്ക
കുട്ടികളൊക്കെ ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതുവരെ അത് ഇരിക്കും തോന്നുന്നില്ല. കുട്ടികളുടെ ഇടയിലൊക്കെ കിട്ടിയാൽ അത്ര നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും അത് കിട്ടിക്കോളാം. പിന്നെ കൂടുതൽ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ വിചാരിച്ചിട്ട് കൂടുതൽ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.